ഹായ് ഗൈസ്, അപ്പോൾ നല്ല മഴയൊക്കെയാണല്ലേ. ഇന്നെൻ്റെ പരീക്ഷണം ഇവനെ വെച്ചാണ്. ക്രാബ് വെച്ച് 2 ഐറ്റം ഒരേ സമയം ഉണ്ടാക്കാം ഇന്ന് നമുക്ക്. അപ്പോൾ ഈ 2 ഐറ്റം ഉണ്ടെങ്കിൽ ചോറിന് പിന്നെ വേറെ ഒന്നും വേണ്ട. ഒരു മിക്സിൻ്റെ ജാർ എടുക്കുക, അതിൽ ചെറിയ ഉള്ളി ഇടുക, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇടുക, പിന്നെ പൊടികളായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് ജീരകത്തിൻ്റെ പൊടി, പിന്നെ ഗരം മസാല, ഇത്രയും ഇട്ടിട്ട് എന്ത് ചെയ്യുക, ഇത് മിക്സിയിലിട്ട് അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷം നമ്മൾ കഴുകി വെച്ച ക്രാബിൽ ഇത് പരട്ടി നമ്മൾ എന്ത് ചെയ്യണം, ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതാണ് ഫസ്റ്റ് ഐറ്റത്തിൻ്റെ കാര്യം. ഇനി നമുക്ക് സെക്കൻഡ് ഐറ്റത്തിലേക്ക് കിടക്കാം. സെക്കൻഡ് ഐറ്റം എന്ന് പറയുമ്പോൾ ഒരു പാൻ എടുക്കുക, അതിൽ വെളിച്ചെണ്ണ ഒഴിക്കുക, സവാള ഇടുക, കുറച്ച് ഉപ്പ് ഇടുക. ഉപ്പിട്ട് കഴിഞ്ഞാൽ സവാള ഒന്ന് വേഗം മൂപ്പിച്ചെടുക്കാൻ പറ്റും. പിന്നെ അതേ ജിഞ്ചറും ഗാർലിക്കും കുനുകുന അരിഞ്ഞ് അതിലിടുക. അതും നന്നായിട്ട് കുക്ക് ചെയ്യുക. ദെൻ നമ്മുടെ പച്ചമുളകും കറിവേപ്പില ഇടുക, അത് നന്നായിട്ട് കുക്ക് ചെയ്യുക. പിന്നെ പൊടികളിടണം. പൊടികൾ ഫസ്റ്റ് ഇടേണ്ടത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഗരം മസാല, പിന്നെ കുരുമുളക് പൊടി ഇടണം. പിന്നെ ഫിഷിൻ്റെയോ മീറ്റിൻ്റെയോ ചിക്കൻ്റെയോ ഏതെങ്കിലും ഒന്നിൻ്റെ മസാല എടുക്കുക. ഞാനിവിടെ ചിക്കൻ്റെ മസാലയാണ് എടുത്തിട്ടുള്ളത്, അതിടുക. എന്നിട്ട് നന്നായിട്ട് കുക്ക് ചെയ്യുക. കുക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിങ്ങനെ വാങ്ങിക്കാൻ കിട്ടും സൂപ്പർ മാർക്കറ്റിൽ. അതാണ് എളുപ്പപ്പണി. ഇല്ലെങ്കിൽ മിക്സിയിലൊക്കെ ഇട്ട് അരക്കണ്ടേ ജിഞ്ചറും ഗാർലിക്കും. ഇതാവുമ്പോൾ പെട്ടെന്ന് കഴിയും. ഇതിട്ട് നന്നായി ഒന്ന് കുക്ക് ചെയ്യുക. ദെൻ നമ്മുടെ തക്കാളി എടുക്കുക, തക്കാളി ഇടുക. തക്കാളി ഇടുമ്പോൾ എപ്പം തക്കാളിയുടെ വെള്ളം ഒഴിക്കണം, എന്നാലേ ആ ഒരു നല്ല ടേസ്റ്റ് കറക്റ്റ് കിട്ടുള്ളൂ. പിന്നെ തക്കാളി ഇട്ടതിന് ശേഷം നമ്മൾ കഴുകി വെച്ച ക്രാബ് ഇതിലിടുകയാണ് വേണ്ടത്. ക്രാബ് ഇടുക. ക്രാബ് ഇട്ടതിന് ശേഷം ഈ ക്രാബ് മുങ്ങാൻ പാകത്തിന് വെള്ളം ഒഴിക്കുക, ചൂടുവെള്ളം. ഈ ക്രാബ് മുങ്ങാൻ പാകത്തിന് ഒഴിച്ച് വെക്കുക. എന്നിട്ട് അടച്ചു വെച്ച് കുറച്ചൊരു 20 അരമണിക്കൂറോ കുക്ക് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ഈ സമയം നമ്മൾ കുറച്ച് കുക്കിംഗ് എക്സ്പെർട്ടായിട്ടുള്ള ആൾക്കാരെ വിളിച്ചിട്ട് ഉപ്പും മുളകൊക്കെ നോക്കാൻ ഏൽപ്പിക്കുക. എന്നിട്ട് അതൊക്കെ നോക്കി അതിന് ശേഷം ഇത് അടച്ചു വെച്ച് ഇതാ ലാസ്റ്റ് ഇങ്ങനെയാണ് വന്നത്. ഫുള്ള് വറ്റി വരണ്ട് ഇങ്ങനെയാണ് വന്നത്. ഒടുക്കത്തെ ടേസ്റ്റാണ്, മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ വെച്ച സാധനമില്ലേ മാരിനേറ്റ് ചെയ്യാൻ, അതെടുത്ത് നേരെ പൊരിക്കുക എന്നുള്ളതാണ് ഇനി സെക്കൻഡ് ഐറ്റത്തിൻ്റെ കാര്യം. അപ്പം ചോറിൻ്റെ കൂടെ ഫ്രൈയും ഉണ്ട്, റോസ്റ്റും ഉണ്ട്. റോസ്റ്റ് അപ്പാര ടേസ്റ്റാണ്. ഫ്രൈ ഒരു ചിക്കൻ ഫ്രൈൻ്റെ അത്രയൊന്നും ടേസ്റ്റ് ഇല്ല. ക്രാബ് കഴിക്കാൻ പറ്റും, അത്രയേ ഉള്ളൂ. പക്ഷെ ഭയങ്കര നമ്മൾ ഈ ചെമ്മീൻ ഫ്രൈയും ചിക്കൻ ഫ്രൈയും ഒന്നും കഴിക്കുന്നതിൻ്റെ അത്ര ടേസ്റ്റ് ഒന്നുമില്ല, കുഴപ്പമില്ല. പക്ഷേ ഇതൊരു അഡാറ് സാധനമാണ് മക്കളെ. ഇത് മസ്റ്റ് ട്രൈ ആണ്. ഇത് ഭയങ്കര ഇഷ്ടമായി. മറ്റേതൊരു ആവറേജ് ആണ്. ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് എന്നോട് പറയണം. എനിക്ക് ഭയങ്കര ഹാപ്പി ആവും. കാരണം ഇത് ഒടുക്കത്തെ ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. ഞാൻ അത്രയും ഇതായിട്ട് അതാണ് പറയുന്നത്. മറ്റേതെന്ന് വെച്ചാൽ ഭയങ്കര ടേസ്റ്റൊന്നുമില്ല. നമ്മൾ ചിക്കൻ ഫ്രൈ കഴിക്കുന്ന എത്രയൊന്നും ടേസ്റ്റ് ഇല്ല. ക്രാബ് ഫ്രൈ ഒരു ആവറേജ്. ബട്ട് ഇത് ഒരു അടിപൊളി സാധനമാണ്. എൻ്റെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അത്ര അടിപൊളിയാണ്. ഞാൻ ഇനിയും ഉണ്ടാക്കും. മീൻസ് ഞാൻ പൊതുവേ ഒരിക്കൽ ഞാൻ ഉണ്ടാക്കിയ സാധനം പിന്നെ ഉണ്ടാക്കാറില്ല. കാരണം എനിക്ക് വെറൈറ്റി ട്രൈ ചെയ്യാനാണ് ഇഷ്ടം. ബട്ട് എനിക്ക് ക്രാബ് വീട്ടിൽ വാങ്ങുമ്പോൾ ഷുവറായിട്ട് ആക്കുന്നൊരു സാധനമാണിത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.